ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ചാനലിലേക്ക് സ്വാഗതം. ധൂം ധാം എന്ന് പറഞ്ഞിട്ടുള്ള പടം ഫെബ്രുവരി 14 റിലീസാകുന്നത് അറിയിച്ചിട്ടുണ്ട്. സിൽസില എന്ന് പറഞ്ഞിട്ടുള്ള അതിലത്തെ പാട്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ട്രെയിലറും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ അഞ്ചംഗ പോര് എന്ന് പറഞ്ഞിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ജൂനിയർ MGR, പിന്നെ ബിബിൻ ജോർജ് ഇവരൊക്കെ അഭിനയിക്കുന്ന പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷൈനികത്തിൻ്റെ ആദ്യത്തെ തമിഴ് പടം, ആ പടം ഫെബ്രുവരി 7 OTT റിലീസാകുന്നത് അറിയിച്ചിട്ടുണ്ട്. സിംപ്ലി സൗത്തിലൂടെ ആയിരിക്കും. പിന്നെ ചിലംബരസൻ STRന്റെ 3 പടങ്ങൾ അനൗൺസ് ചെയ്യാൻ പോവാണ്. അത് ഈ ഫെബ്രുവരി 3 അറിയിച്ചിട്ടുണ്ട്. പിന്നെ സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജ് അഭിനയിക്കുന്ന പടം, ബിബിൻ ദാസ് ഡയറക്ഷൻ ചെയ്യുന്ന പടമാണ്. ആ പടത്തിലത്തെ കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാസ്റ്റിംഗ് കോളിൻ്റെ ഷീറ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം, വേണ്ടവർക്ക് നോക്കി നോക്കാവുന്നതാണ്. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒഫീഷ്യൽ തമിഴ് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ഹിന്ദി ട്രെയിലർ ലോഞ്ച് ഇന്നാണ് നടക്കുന്നത് 4 മണിക്ക്. അതിൽ അമീർ ഖാൻ ആയിരിക്കും വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഗസ്റ്റായിട്ട്. പിന്നെ കാതൽ 80 പോതുടമൈ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ പ്രഭുദേവയുടെ മുസാസി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഐ ബിലീവ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിമുന്തൻ്റെ അടുത്ത പടം വരാൻ പോവാണ് മാർക്കോക്ക് ശേഷം. ആ പടത്തിൻ്റെ റിലീസ് ഫെബ്രുവരി 21 കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്, പുതിയ പോസ്റ്റർ. പിന്നെ അഗത്യം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫെബ്രുവരി 28 പുറത്തിറങ്ങുന്ന അറിയിച്ചിട്ടുണ്ട്. പിന്നെ അസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ശ്യാം അഭിനയിക്കുന്ന പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 6/4 ട്രെയിലർ വരിക. ലോഞ്ച് ചെയ്യുന്ന വിശാലും അരുൺ വിജയും യോഗി ബാബു പിന്നെ ആര്യ അതേമാതിരി വിജയ് സേതുപതി ഇവരൊക്കെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബാറ്റിൽ സിനിമ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 3 ഫസ്റ്റ് ലുക്ക് ഇന്ന് 5 മണിക്ക് പുറത്തിറക്കുന്ന അറിയിച്ചിട്ടുണ്ട്. വെങ്കട് പ്രഭു, M ശശികുമാർ, വിമല്, വിദ്യാർത്ഥ്, കാലി വെങ്കട്ട് ഇവരൊക്കെയാണ് അത് പുറത്തിറക്കുന്നത്. പിന്നെ മതഗജരാജ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ആന്ധ്രാപ്രദേശിലത്തെയും തെലങ്കാനത്തെ റിലീസ് എന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞിട്ടുള്ള വിനീത് ശ്രീനിവാസ അഭിനയിക്കുന്ന പടത്തിൻ്റെ ട്രെയിലർ വന്നെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ട്രെയിലർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബൂമറങ് എന്ന് പറഞ്ഞ പടത്തിലത്തെ വെനല കിഷോറിൻ്റെ പേര് കിഷോർ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ 8 ഡേയ്സ് പോസ്റ്റർ വന്നിരുന്നു, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കും ജസ്റ്റ്. പിന്നെ ആനന്ദ വികടൻ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കവർ വെച്ചിട്ടുള്ള രീതിയിൽ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പരശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിരുന്നു. SK25 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടൈറ്റിൽ അതാണെന്നുള്ള അറിയിച്ചുകൊണ്ട് എന്തായാലും അതിൻ്റെ പുതിയ 2 പോസ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ട്, 2 സ്ക്രീനിൽ കാണിക്കാം. നല്ല പോസ്റ്റേഴ്സും നല്ല ടൈറ്റിൽ ടീസറൊക്കെയാണ് വന്നിട്ടുള്ളത് എന്തായാലും. പിന്നെ വിടാമറിച്ച് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 7 Days Show എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്, എന്തായാലും ഒരു പോസ്റ്റർ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പൊന്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബേസിൽ ജോസഫിൻ്റെ അടുത്ത പടം ഈ വർഷത്തെ അവിടത്തിൻ്റെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നേരെയാണ് പടം പുറത്തിറങ്ങി. എന്തായാലും ഫസ്റ്റ് കളക്ഷൻ 80 ലക്ഷത്തിൻ്റെ അടുത്ത് ആയിട്ടുള്ളൂ എന്നുള്ളതാണ് കേൾക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു കളക്ഷനാണ്. എന്തായാലും അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇനി കയറി വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ മാനാട് എന്ന് പറഞ്ഞിട്ടുള്ള വെങ്കട് പ്രഭു STRനെ സൂര്യനെ വെച്ചെടുത്ത പടം സെറ്റ് പടമായിരുന്നത്, എന്തായാലും റീലീസിന് എത്തിയിട്ടുണ്ട്. പിന്നെ LT എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് കട്ട് കഴിഞ്ഞപ്പോൾ 3 മണിക്കൂറോളാണ് പടത്തിന് ഡ്യൂറേഷനായി വന്നതെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഫൈനൽ കട്ട് ആകുമ്പോഴത്തേക്കും 2 മണിക്കൂർ 50-54 ആ റേഞ്ചിലുള്ള ടൈം ആയിരിക്കും വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. 2 മണിക്കൂർ 54 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റ് എന്നുള്ള ലെവലിൽ. പിന്നെ പടത്തിൻ്റെ ടീച്ചറത്തെ തീം പുറത്തിറങ്ങിയിട്ടുണ്ട്, ടീച്ചർ തീം. പിന്നെ വൃഷഭ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ പടം പൊട്ടും തന്നെ എനിക്ക് തോന്നുന്നത്, പറയാൻ പറ്റില്ല. സെറ്റായി കഴിഞ്ഞാൽ റെഡി ആയാത്രയുള്ളൂ. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാൽ അഭിനയിക്കുന്ന സത്യന്തിക്കാട് എടുക്കുന്ന പടം, അവിടത്തിൽ ഐശ്വര്യലക്ഷ്മി ഉണ്ടാവുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പകരം ഇപ്പോൾ മാളവിക മോഹനനായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും പടത്തിൻ്റെ ഷൂട്ടിംഗ് ഫെബ്രുവരി 10 തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. അത് റീലോഡഡ് വെർഷൻ ആയിട്ടാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ 20 മിനിറ്റോളം കൂട്ടിയിട്ടുള്ള ഒരു വെർഷൻ ഉണ്ടായിരുന്നു തിയേറ്ററിൽ. ലാസ്റ്റ് വെച്ചിട്ട് അവർ ഒന്നുകൂടി റിലീസ് ചെയ്തതാണ്, അതാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ ആവശ്യം എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ആവശ്യം 2 ഉണ്ടാവും എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. അത് ഷജിൻ ബോബാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ആവശ്യം 2 ഗംഭീരമാവട്ടെ. ഇപ്പോൾ അടുത്തുണ്ടാവില്ല, എന്തായാലും മോഹൻലാലിനെ ചുറ്റുമാതാവും പടം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉണ്ടായി അങ്ങനെ പോകും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പടം കൂടി വന്നിട്ട് 3ാമത്തെ പടമൊക്കെ ആയിരിക്കും ആവശ്യം 2 എന്ന് പറഞ്ഞ പടം. പിന്നെ പ്രഭാസിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം സന്ദീപ് റെഡ്ഡി എടുക്കുന്ന പടമാണ്. ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് മെയ് 2025 സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും റിലീസ് 2026 ലാസ്റ്റിലോ അല്ലെങ്കിൽ 2027 ഫസ്റ്റിലോ ഒക്കെ ആയിട്ടുണ്ടാവും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞ പടത്തിൻ്റെ 4ാമത്തെ വീക്കിലും 160 കൂടുതൽ സ്ക്രീനിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അതിൻ്റെ തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഇതിൽ മമ്മൂട്ടി ഉണ്ടായിരുന്നു. അടുത്ത മമ്മൂട്ടിയിൽ ഇറങ്ങിയ പടമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ഫേഴ്സ് എന്ന് പറഞ്ഞ പടം. ഏകദേശം ഇപ്പോൾ 19 കോടി കടന്നിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. എന്തായാലും അത് സെക്കൻഡ് വീക്ക് കിടക്കുമ്പോൾ 150 കൂടുതൽ സ്ക്രീനിൽ കളിക്കുന്നുണ്ട്. പിന്നെ മമ്മൂട്ടി കമ്പനിൻ്റെ 6ാമത്തെ പടമാണ് ഡൊമിനിക് എന്ന് പറഞ്ഞിട്ടുള്ള പടം. 7ാമത്തെ പടം ജിതിൻ കെ ജോസ് എടുത്തിട്ടുള്ള പടമാണ്. വിനായകന് മമ്മൂട്ടി അഭിനയിച്ച പടം. ആ പടത്തിന് ശേഷം അല്ലെങ്കിൽ ആ പടത്തിന് ശേഷം വേറെ പടം കൂടി വന്നതിന് ശേഷം അടുത്തൊരു പടമായിട്ട് സൂര്യ അഭിനയിക്കുന്ന പടം വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ബേസിൽ ജോസഫായി ഡയറക്ഷൻ ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. അതൊരു സൂപ്പർ ഹീറോ ഫിലിം ആയിട്ടുള്ള രീതിയിലാണെന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ബേസിൽ ജോസഫിൻ്റെ ഡയറക്ഷനിൽ സൂര്യ അഭിനയിക്കുന്ന പടം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ. അപ്പോൾ മമ്മൂട്ടി കമ്പനിൻ്റെ പ്രൊഡക്ഷൻ നമ്പർ 8 അല്ലെങ്കിൽ 9 അതായിട്ടായിരിക്കും മിക്കവാറും വരുന്നുണ്ടായിരിക്കുക. പിന്നെ NTR നീൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം പ്രശാന്ത് നീൽ NTRനെ വെച്ചെടുക്കുന്ന പടമാണ്. അവിടത്തിൻ്റെ ഷൂട്ടിംഗ് ഫെബ്രുവരിയിൽ തുടങ്ങുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ, സെറ്റായി വരട്ടെ. പിന്നെ നെസ്ലിനെ വെച്ചിട്ട് വേഫാർ ഫിലിംസ് എന്ന് വെച്ചാൽ ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഒരു പടം എടുത്താലും പ്രൊഡക്ഷൻ നമ്പർ 7 എന്നുള്ള രീതിയിൽ. എന്തായാലും അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ഈ പടത്തിൽ നിന്ന് ഇതിൻ്റെ ഒരു യൂണിവേഴ്സ് തുടങ്ങിയെന്നുള്ളതാണ് കേൾക്കുന്നത്. വേഫാർ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. എന്തായാലും അടുത്ത പടത്തിൽ ടോവിനോ തോമസ്, ദുൽഖർ അല്ലെങ്കിൽ ഈ പടത്തിൽ തന്നെ ദുൽഖറിൻ്റെ അല്ലെങ്കിൽ ടോവിനോ തോമസിൻ്റെ ഒക്കെ ക്യാമിയ ഉണ്ടാവും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും അതിൽ നിന്ന് വേറെ ലീഡൊക്കെ ഇട്ടിട്ട് വേറെ പടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ സ്ക്വിഡ് ഗെയിം 3 എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ്, സ്ക്വിഡ് ഗെയിം 2 അത്യാവശ്യം നല്ല തന്നെയായിരുന്നു. അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടില്ല, ഇടാവുന്നതാണ്. എന്തായാലും സ്ക്വിഡ് ഗെയിം 3 എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ജൂൺ 27 റിലീസാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഇതാണ് ഫൈനൽ സീസൺ. അത് കഴിഞ്ഞ് അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് എടുത്തിട്ട് വീഡിയോ കാണുന്നതിലേക്കും ബൈ.